ഏറ്റവും ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ ഈ വികസന രേഖ ഈ സമ്മേളനത്തിന് സമർപ്പിച്ച മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനിച്ചിപ്പുറം, N. Ali Abdullah, Advocate Praveen Kumar, MP Prashant, Perod Abdurrahman Sakhafi, Mustafa Eraikal, Vandur Abdurrahman Sakhafi, പ്രിയമുള്ള സഹോദരന്മാർ, ആദ്യം തന്നെ ഇത്തരത്തിലുള്ളൊരു വികസന സെമിനാറിന് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഉസ്താദിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ. സത്യം പറഞ്ഞാൽ വലിയ ബഹുമതിയാണ്. കാരണം കേരളത്തിലെ എല്ലാ ജില്ലകളും സന്ദർശിച്ച് മനുഷ്യർക്കൊപ്പം നീങ്ങി മതഭേദമന്യേ ആളുകളുടെ വികസന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ഒരു കേരള വികസന രേഖയ്ക്ക് രൂപം നൽകിയിരിക്കുക. ഇത് നമ്മുടെ കേരളത്തിൻ്റെ വികസന പാരമ്പര്യത്തിന് തികച്ചും അനുയോജ്യമായിട്ടുള്ള ഒരിടപെടലാണ്. ഒത്തിരി പേര് ചർച്ച ചെയ്തിട്ടുണ്ട്, കേരളം എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായത്. ചെറുതല്ല കേട്ടോ വ്യത്യാസം. ലോകത്തെ വികസനത്തെ അളക്കാൻ ഒട്ടനവധി വികസന സൂചകങ്ങളുണ്ട്. ഏറ്റവും പ്രസിദ്ധം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, മാനവ വികസന സൂചിക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ സൂചിക, പ്രോസ്പെരിറ്റി ഇൻഡെക്സ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ്, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ഇങ്ങനെ 2 ഡസൻ ഇൻഡെക്സുകൾ പറയാട്ടോ. ഇതിലേതെടുത്താലും വിവിധ ഏജൻസികളാണ്, ഐക്യരാഷ്ട്രസഭ, വേൾഡ് ബാങ്ക്, ഇങ്ങനെ പല ഏജൻസികളാണ്. ഇതിലേതെടുത്താലും ലോകരാജ്യങ്ങളുടെ നിരയിൽ നമ്മുടെ ഇന്ത്യ 100-നപ്പുറത്തായിരിക്കും. ഞാനൊരു കൗതുകത്തിന്, എളുപ്പമല്ല കണക്കൂട്ടാൻ, കേരളം എവിടെ ഇരിക്കുമെന്നൊരു 3-4 എടുത്ത് നോക്കി, നമ്മളൊരു 30-നും 45-നും ഇടക്ക് വരും. അപ്പോൾ ഇങ്ങനെ കേരളം വ്യത്യസ്തമായതുകൊണ്ട് ഒരുപാട് പേര് കേരളത്തെ നോക്കുന്നുണ്ട്. അപ്പോൾ ഉയർന്നു വന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് കേരളം ഇത്രയും വ്യത്യസ്തമായത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ രേഖയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം, ആവശ്യം, ഈ വികസനം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളെയും പ്രദേശങ്ങളിലും ഒരുപോലെ കിട്ടണമെന്നുള്ളതാണ്. മലബാറിൽ കുറച്ച് കുറവായിപ്പോഴും. അപ്പോൾ ഇത് പരിശോധിച്ചിട്ടുള്ള ഒരു പണ്ഡിതനുണ്ട്, നിങ്ങൾക്കറിയാവുന്ന പേരാ, ഡോക്ടർ മൈക്കിൾ തരകൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പഠന വിഷയം മലബാർ എന്തുകൊണ്ട് കൊച്ചിയെ അപേക്ഷിച്ച് പുറകിലാണ്. അദ്ദേഹം എത്തിച്ചേർന്നത് നയങ്ങൾ നോക്കിയാലുണ്ടല്ലോ, 2 ഏതാണ്ടൊക്കെ തുല്യ. ബ്രിട്ടീഷുകാർ പറഞ്ഞതിന് ശേഷം തിരുവാങ്കുലർ റാണിമാരും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവിടെ പറഞ്ഞത് നടപ്പായി, ഇവിടെ പറഞ്ഞത് നടപ്പായില്ല. ഇതിന് കാരണം എന്താ? വളരെ ശക്തമായ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ തിരുവിതാംകൂർ തിരുക്കൊച്ചി പ്രദേശത്ത് ഉണ്ടായിരുന്നു. ശ്രീനാരായണഗുരു ആവാം, അയ്യങ്കാളി ആവാം, അങ്ങനെ പലതും. ഇവിടെ അത്ര വേണ്ടത്ര ഉണ്ടായില്ല.
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇല്ലാതെ വന്നത്? രണ്ട് സ്ഥലത്തെയും ഭൂവുടമ ബന്ധങ്ങളിലുള്ള വ്യത്യാസമാണ്. അവിടെ മാർത്താണ്ഡവർമ്മ രാജഭരണം പിടിക്കാൻ ഇടപ്രഭുക്കന്മാരെയൊക്കെ കൊന്നൊടുക്കി. അപ്പോൾ ഭൂമി ആർക്ക് വന്നു? അവരുടെ കുടിയന്മാരുടെ കയ്യിൽ വന്നു. അവര് വലിയ കർഷക സംരംഭകരായി, സംസ്കരണ മുതലാളിമാരായി, കച്ചവടക്കാരായി. അവരാണ് ഈ പ്രസ്ഥാനത്തിനൊക്കെ നേതൃത്വം നൽകിയത്. മലബാറിലോ സാമൂതിരിപ്പാടിന് അത്രയൊന്നും കഴിഞ്ഞില്ല, മാർത്താണ്ഡവർമ്മ പോലെ. പക്ഷെ ടിപ്പു വന്നപ്പോൾ തിരുവിതാംകൂർ നടന്ന പോലെ ഒരു മാറ്റം ഇവിടെ വന്നു. വലിയ ജന്മിമാരൊക്കെ ഓടിപ്പോയി, കുടിയാന്മാർക്കെല്ലാം ഭൂമിയെല്ലാം കിട്ടി. എന്നാൽ ടിപ്പു തോറ്റു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഓടിപ്പോയവരൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ജന്മിമാരാക്കി. അതോടുകൂടി ഇവിടുത്തെ കൃഷിക്കാരൊക്കെ കുത്തുപാളി എടുത്തു, ദുർബലരായി. അതിൻ്റെ ഫലമായിട്ടാണ് തിരുക്കൊച്ചിയിലെ പോലെ ഇവിടെ ഇങ്ങനെ ഈ നയങ്ങൾ നടപ്പാക്കണം, വിദ്യാഭ്യാസം വേണം, ആരോഗ്യം വേണം, ഇതൊക്കെ ഡിമാൻഡ് വെക്കാൻ. ഇന്നിപ്പോൾ സമസ്ത ചെയ്ത പോലെ ഡിമാൻഡ് വെക്കാനുള്ള ആളുകൾ വളരെ ദുർബലരായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭൂപരിഷ്കരണമൊക്കെ വന്നപ്പോഴാണ് ഇതിലൊരു മാറ്റം വന്നു തുടങ്ങിയത്. ഗൾഫ് വന്നപ്പോൾ കൂടുതൽ ശക്തമായി മാറി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു പാരമ്പര്യമാണ് കേരളത്തിൽ താഴെത്തട്ടിൽ നിന്നുള്ളവർ ഇടപെട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ. വലിയ സംഘടനകൾ മാത്രമല്ല, എത്രയോ ചെറിയ സംഘടനകൾ ഓരോ പള്ളിയായിട്ടും അമ്പലമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ 1,00,000 പേർക്ക് 30-40 ലൈബ്രറികൾ വീതമുണ്ട്. ഇന്ത്യയിൽ 2-3 ലൈബ്രറി വീതമുള്ളൂ. സംഘടനകൾ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള നോൺ പ്രോഫിറ്റ് സംഘടനകൾ 3 ലക്ഷത്തിലേറെ ഈ കേരളത്തിൽ. 1,00,000 ആളുകൾക്ക് 907 സംഘടനയുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് 30-40 സംഘടനകളാണ്. 4,000-5,000 പത്രമാണ് 1,00,000 പേർക്ക് കേരളത്തിലുള്ളത്. ഇന്ത്യയിൽ 350-450 ഉള്ളൂ. ടെലി ഡെൻസിറ്റി കേരളത്തിൽ 67%, ഇന്ത്യയിൽ 27%. എന്ന് വെച്ചാൽ ത്രസിക്കുന്ന ഒരു പൗരസമൂഹം കേരളത്തിലുണ്ട്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. കേരളത്തിൽ രാഷ്ട്രീയം പാർട്ടികളുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം. അവരാണ് സർക്കാരിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. പക്ഷെ അവിടെ അവസാനിക്കുന്നില്ല കേരളം. കേരളത്തിൻ്റെ പ്രത്യേകത, ഇങ്ങനെ ത്രസിക്കുന്ന ഒരു പൗരസമൂഹമുണ്ട്. അവരുടെ നിരന്തരമായ മേൽനോട്ടവും വിമർശനവും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആര് ഭരിച്ചാലും കേരളം പോകാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കേരള യാത്ര, അതിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ ആ യാത്രയുടെ ഫലമായിട്ട് ആളുകളുടെ അഭിപ്രായങ്ങൾ അതൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വികസന രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ ഇത് ഇനിയും കൂടുതൽ സമഗ്രമാക്കാനുള്ള രേഖകളൊക്കെ ഉണ്ട്. അത് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ അങ്ങനെ ഒരു രേഖ തയ്യാറാക്കുന്നതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചയായിട്ട് ഈ സെമിനാറിനെ വേണമെങ്കിൽ നമുക്കെടുക്കാം. ഈ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം പൂർണ്ണ യോജിപ്പ്. അത് ആദ്യമായിട്ടങ്ങ് പറയട്ടെ. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത്? ഒന്ന്, മനുഷ്യൻ്റെ ക്ഷേമത്തിനാണ് ഏറ്റവും വലിയ പരിഗണന. സ്വാതന്ത്ര്യം പറഞ്ഞപ്പോഴും അത് വളരെ വ്യക്തമായിരുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ ജീവിതാവസ്ഥ,
ഈ രേഖയുടെ ഒരു പ്രത്യേകത, ഇത് എല്ലാവർക്കും കിട്ടണമെന്ന് പറയുന്നതിലുള്ള നിർബന്ധമാണ്. ഇതൊക്കെ നമ്മൾ മെച്ചം, ലോകത്ത് ഇന്ത്യയൊക്കെ വളരെ മെച്ചമാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും എത്തിയിട്ടില്ല, എല്ലായിടത്തും എത്തണം. നമുക്ക് വേണമെങ്കിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാം. അതിദാരിദ്ര്യം മാത്രമല്ല, ദാരിദ്ര്യം തന്നെ ആപേക്ഷിക ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പറ്റില്ല. പണം കൂടുതലുള്ളവരും കുറവുള്ളവരും ഉണ്ടാവും. പക്ഷേ ഒരു നല്ല ജീവിതത്തിന് ആവശ്യമായ പണം എല്ലാവർക്കും ഉറപ്പ് വരുത്തണം. അതിലേക്ക് എത്താം. കേവല ദാരിദ്ര്യം നമ്മൾ തീരുമാനിച്ചാൽ മതി, ഇത്രയൊക്കെ സൗകര്യം ഒരാൾക്ക് ഉണ്ടാവണം, അത് നൽകാൻ നമുക്ക് വേണമെങ്കിൽ. അപ്പം ഒരു വശം ഇതിനുള്ള ഊന്നല ഈ രേഖയിലുള്ളത്. രണ്ടാമത്തത്, ഇതെല്ലാവരും പറയണതാ കേരളത്തെക്കുറിച്ച് പറയുന്നത്. പുതിയൊന്നുണ്ട്, എല്ലാവർക്കും തൊഴിലും വേണം. ഒരു അധ്യായമുണ്ട് തൊഴിലിനെ കുറിച്ച്. കേരളത്തിൽ തൊഴിലില്ലാത്തതല്ല പ്രശ്നം. 30 ലക്ഷം അതിഥി തൊഴിലാളിയാ കേരളത്തിൽ ജോലി ചെയ്യാൻ വരുന്നത്. അപ്പൊ തൊഴിലുണ്ടല്ലോ. പക്ഷെ ആ തൊഴിൽ പോരാ നമ്മുടെ മക്കൾക്ക്. മുതിർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒരു 2000 രൂപ പെൻഷനായി, വലിയൊരു സംഖ്യ ആളുകൾക്ക് സന്തോഷമായി. പക്ഷെ അവരുടെ മക്കൾക്ക് സന്തോഷമാവില്ല കേട്ടോ. അവരുടെ മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച നല്ല തൊഴിലുകൾ കിട്ടണം. ഈ രേഖയിൽ ഊന്നി പറയുന്ന കാര്യം അങ്ങനെ തൊഴിൽ വേണം. ക്ഷേമം മാത്രം പോരാ, പുതിയ തലമുറക്ക് നല്ല തൊഴിൽ നൽകാനും കേരളത്തിന് കഴിയണം. ഇതാണ് ലക്ഷ്യം. ക്ഷേമം, പിന്നെ പുതിയ തലമുറക്ക് നല്ല തൊഴിലുള്ള സമ്പദ്ഘടന. പക്ഷെ അത് ചെയ്യുമ്പോൾ ഇവിടെ സ്വാതം പറഞ്ഞപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, പരിസ്ഥിതിക്ക് വരുന്ന പ്രാധാന്യം. അപ്പോൾ പരിസ്ഥിതി ആദ്യത്തെ വാചകം ആമുഖത്തിൽ എല്ലാ മനുഷ്യരുടെയും അവരുൾക്കൊള്ളുന്ന പ്രകൃതിയുടെയും സർവതല സ്പർശിയായ ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ്. എല്ലാ മനുഷ്യരുടെയും ക്ഷേമം വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ആർക്കും ഉണ്ടല്ല, എല്ലാവരും പറയും. പക്ഷെ അതിനോടൊപ്പം അവരുൾക്കൊള്ളുന്ന പ്രകൃതിയുടെയും, ഇതാണ് ആദ്യത്തെ വാചകം നിങ്ങളുടെ രേഖയിൽ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഈ മനുഷ്യൻ പറയുന്നത് ഈ പ്രകൃതിയുടെ ഭാഗമാണ്. എന്നാൽ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. നമ്മൾ മനുഷ്യനാണ്, തിരിച്ചറിവുള്ളതാണ്, ബോധമുള്ളതാണ്. അപ്പോൾ നമ്മൾ വേറിട്ട് നിൽക്കുമെങ്കിലും ഈ പ്രകൃതിയുടെ ഭാഗമാണ്. രണ്ടിൻ്റെയും സർവതല സ്പർശിയായ ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ്. ഇതെങ്ങനെ കൂട്ടി പറയുന്ന അപൂർവ. നമ്മൾ പറയും മനുഷ്യനെ വികസിപ്പിക്കണം, അത് കഴിഞ്ഞാൽ സുസ്ഥിരമാവണമെന്നാണ് പറയുക. നമ്മുടെ രീതി അങ്ങനെയാണ്. സുസ്ഥിരമാവണമെന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണവും കൂടി വേണമെന്നുള്ളത്. ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി കടന്നിട്ട് എല്ലാ മനുഷ്യരുടെയും അവരുൾക്കൊള്ളുന്ന പ്രകൃതിയുടെയും സർവതല സ്പർശിയായ ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് ഇത്. അങ്ങനെ പറഞ്ഞിട്ട് ഈ രേഖയെ വ്യത്യസ്തമാക്കുന്ന വേറൊന്നുകൂടിയുണ്ട്. അത് അവസാനം നൽകിയിരിക്കുന്നതാണ്. ലഹരി വിമുക്തമല്ല, വർഗീയതക്കെതിരെ. പ്രത്യക്ഷത്തെ നമ്മൾ വിചാരിക്കും, ഈ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വർഗീയതയ്ക്ക് എന്താ കൊണ്ടുവരുന്നത്, അതിൻ്റെ ഒരു ആവശ്യം എന്താ? നൗ ഒരു വികസനത്തിന് അതിൻ്റേതായൊരു സാംസ്കാരിക തലമുണ്ട്. ഇപ്പം യൂറോപ്പിലെ മുതലാളിത്തം വളർന്നപ്പോൾ
അതിന് വഴിയൊരുക്കിയ സാംസ്കാരിക ഇടപെടൽ എന്ത്? മാക്സ് വെബർ ആധുനിക സോഷ്യോളജിയുടെ പിതാവാ. അദ്ദേഹത്തിൻ്റെ സംഭാവന ഇത്തരം മുതലാളിത്ത വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ്. എങ്ങനെയാ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് പറയാം? നമ്മുടെ ഇവിടെ ബേസൽ മിഷൻ ഉണ്ടായിരുന്നു, തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ബേസൽ മിഷൻ വന്നപ്പോൾ ഇവിടുത്തെ ആചാരം എന്താ? ജാതി അനുസരിച്ചിട്ട് ചെയ്യാം. എല്ലാ പണിയും ഒരുപോലെയല്ല, അതിനും ജാതി ശ്രേണിയുണ്ട്. അകലം പാലിച്ചോണം, നിന്നോണം. ഇവിടെയാണ് വരുന്നത്. ബേസൽ മിഷൻ്റെ ഓട് കമ്പനിയായാലും നെയ്ത്ത് കമ്പനിയായാലും അവിടെ ഒന്നും ഇത് ബാധകമല്ല. വർക്ക് ഈസ് വർഷിപ്പ്. ഈ ചെയ്യുന്ന പണി തന്നെ ഒരു ദൈവാരാധനയാണ്. തൊഴിലിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ ഒരു ഇതാണ് പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു പ്രവർത്തന ശൈലി അല്ലെങ്കിൽ മൂല്യബോധം യൂറോപ്പിൽ വന്നതാണ്. അവിടുത്തെ ഈ വളർച്ചയുടെ ഒരു അടിസ്ഥാനം എന്ത്? മാക്സ് വെബർ മാത്രമല്ല, മാക്സ് വെബർ മാർക്സിസ്റ്റ് അല്ല, ആർ ടോണി ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിൻ്റെയും പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം ഇത് സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ കേരളത്തിൽ വികസനത്തിന് ഒരു മതനിരപേക്ഷ അന്തരീക്ഷം എന്ന് പറയുന്നത് പ്രധാനമാണെന്ന് അരുന്ധതി റോയ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു. കേരളം മതനിരപേക്ഷമല്ലാതെ വർഗീയത കീഴ്പ്പെട്ടാൽ ലെബനൻ പോലെയാവും. ഓ, ലെബനൻ നിങ്ങളുടെയൊക്കെ ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ ചെറുപ്പകാലത്ത് ദുബായിയെക്കുറിച്ചൊന്നും നമ്മൾ പറയാറില്ല, നമ്മൾ ബെയ്റൂട്ടിനെ കുറിച്ചാണ് പറയാ. അതാണ് ലെബനൻ. ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരും ചേർന്ന് നിൽക്കുന്നത്. അത് അട്ടിമറിക്കപ്പെട്ടപ്പോൾ ആ ലെബനൻ എന്ത് സംഭവിച്ചു? ലെബനനായിത്തീരും കേരളമെന്ന് അവർ പറഞ്ഞു. വർഗീയതയ്ക്ക് കേരളം അടിമപ്പെട്ടാൽ. കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമേ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാചകമുള്ളത്, ക്ഷേമം വേണം, പിന്നെ തൊഴിലുണ്ടാക്കാനുള്ള വ്യവസായം ഉണ്ടാക്കണം, ഇതിന് പണം വേണം, എല്ലാവരും കൂടി ആലോചിക്കണം പണം എങ്ങനെ ഉണ്ടാക്കാം. സാധാരണ അത് പറയില്ല, പണം ഭരിക്കുന്നവരുടെ പ്രശ്നമാണ് പണം ഉണ്ടാക്കാമെന്ന് പറയുന്നത്. അപ്പം പഴയ ധനകാര്യമന്ത്രി ഇതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. സമസ്ത ഇങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലോ, പണം കൂടുതൽ ഖജനാവിനുണ്ടാക്കാം. അങ്ങനെ ചിന്തിക്കണമെങ്കിലോ യോജിപ്പ് വേണം. നമ്മൾ പ്രതിപക്ഷത്താണെങ്കിൽ നമ്മളപ്പുറത്താണെങ്കിൽ അത് തന്നെ അവസരം നോക്കുന്നതല്ല. ഈ വർഗീയത ഇല്ലെങ്കിൽ എല്ലാവർക്കും യോജിക്കാം. അപരവിദ്വേഷം വന്നാലോ കാര്യങ്ങൾ താളം തെറ്റും. ഈ യാത്രയിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഉപനേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലും നടത്തിയ പ്രസംഗങ്ങളുടെ സംക്ഷിപ്ത രൂപം ഈ രേഖയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ വർഗീയ വിപത്തിനെ കുറിച്ചാണ്. മതവിശ്വാസമല്ല വർഗീയത. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും മതവിശ്വാസികളാണ്. മതവിശ്വാസവും വർഗീയതയും വേറെയാണ്, രണ്ടും രണ്ടാണ്. എല്ലാവിധ മതരാഷ്ട്രവാദത്തെയും തള്ളിക്കളയുന്നു. മതവിശ്വാസമുണ്ട്, അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാവണം. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ ചേർന്നിരിക്കുക, പക്ഷെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സർവ സ്വാതന്ത്ര്യവും സൗകര്യവും ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു, ഇനിയും തുടരണം. വർഗീയതയും ആപത്താണ്.
അത് സമസ്ത ഇത്ര ഉറപ്പിച്ചും തറപ്പിച്ചും തുടർച്ചയായിട്ട് മനുഷ്യർക്കൊപ്പം എന്നുള്ള പേര് തന്നെ ഇത് അർത്ഥം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഈ സന്ദേശമാണ്. ഇതാണ് യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ രേഖയുടെ അടിസ്ഥാന പ്രത്യേകത ഞാൻ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ. വികസനം പറയുമ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു എത്തിക്സ് ഉണ്ട്. മതനിരപേക്ഷതയുടെ എല്ലാ സമുദായങ്ങളും കൈകോർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു എത്തിക്സ് കേരളത്തിനുണ്ട്. അതാണ് നമ്മുടെ ഒരു പാരമ്പര്യം. എത്രയോ നൂറ്റാണ്ടായിട്ട് ആ പോർച്ചുഗീസുകാർ വന്നപ്പോഴല്ലേ ഇവിടെ ഒരു തർക്കം ഉണ്ടായുള്ളൂ. അതിനൊക്കെ മുമ്പ് യഹൂദര്, അറബി കച്ചവടക്കാര്, അതിക്ക് മുമ്പ് യവനന്മാരും ഒക്കെ എത്ര പേരിവിടെ വന്നിട്ടുണ്ട്. ഒരുമിച്ചല്ലേ നാട്ടിൽ ജീവിച്ചത്. കേരളത്തിൻ്റെ വികസനത്തിന് അങ്ങനെ ഒന്നുണ്ടാവണം. അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുള്ള അപൂർവൻ രേഖകളെന്നാണ്. വികസനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ രേഖ ഇന്നിപ്പോൾ ഇവിടെ സമസ്തയുടെ യാത്രയുടെ പര്യവസാനത്തിൽ സമർപ്പിച്ചിട്ടുള്ളത് വളരെ ചെറുതൊന്നാണ്. ഇത് കൂടുതൽ സമഗ്രമാക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പ്രത്യേകതകൾ ഈ വികസന രേഖയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉസ്താദ് താങ്കൾ വലിയൊരു സംഭാവനയാണ് കേരളത്തിൻ്റെ വികസന ചർച്ചകളിൽ ഈ രേഖയിലൂടെ നടത്തിയിട്ടുള്ളത്. വലിയൊരു ഇടപെടലാണ്. നിശ്ചയമായിട്ടും ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം, പ്രായോഗിക തലത്തിലേക്ക് നീക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ നിലപാടുകൾക്കൊക്കെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് തന്നെ സന്തോഷപൂർവം ഞാൻ ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു.